എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നടത്തുന്നു. തത്സമയം അപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. അതാത് സ്കൂളുകളിലെ IT ടീച്ചേഴ്സിനെ തന്നെ അത് എങ്ങനെ അപേക്ഷിക്കണം എന്ന് പഠിപ്പിക്കാൻ ചുമതല ഏൽപ്പിക്കും. വർഷത്തിലൊരിക്കലെങ്കിലും OMR ഷീറ്റ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതെല്ലാം കുട്ടികളെ പഠിപ്പിച്ച് കൂടുതൽ കുട്ടികളെ ഇത്തരത്തിൽ ബോധവൽക്കരിച്ച് എൻട്രൻസ് പരീക്ഷ കുറേ കൂടി സുതാര്യവും അതുപോലെ തന്നെ ജനകീയവുമാക്കുവാനുള്ള ശ്രമം നടത്തും. ഈ വർഷം ഇപ്പോൾ 55,914 കുട്ടികൾക്കാണ്. അതെ, മറ്റെല്ലാവർക്കും അതുപോലെ തന്നെ ഒരു ഓറിയൻറ്റേഷനൊക്കെ കൊടുത്ത് എല്ലാ സ്കൂളുകളിലും അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കും. റാങ്കിൻ്റെ ആൾക്കാർ ഇതിലുണ്ട്. എത്ര പേരുണ്ട്? ആർക്കിടെക്ചറിൻ്റെ പറഞ്ഞുണ്ട്. എന്തോ ആർക്കിടെക്ചറിൻ്റെ ഉണ്ട്, അതുമുണ്ട്. അവസാനമുണ്ട്. ആദ്യം എഞ്ചിനീയറിംഗ് ഫസ്റ്റ് SC ST കാറ്റഗറി. പിന്നെ അത് ഡിസ്ട്രിക്ട് വൈസ് ഓരോ ജില്ലയിലുണ്ട്. എല്ലാം പറയണ അല്ല, ഇത് ആദ്യത്തെ ഒരു 5 പറഞ്ഞാൽ അല്ല, ആർക്കിടെക്ചറിൻ്റെ ഇതിലുണ്ട്. ആർക്കിടെക്ചർ ഏറ്റവും അവസാനം അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് വൈഡ് ടോപ്പ് 10 റാങ്ക് ഹോൾഡേഴ്സ്. ഫസ്റ്റ് റാങ്ക് റാം ഗണേഷ് വി. രാം ഗണേഷ് വി, ശ്രീ ഹരിറാം, തൃപ്പൂണിത്തുറ, എറണാകുളം. സെക്കൻഡ് റാങ്ക് അക്ഷയ് ആനന്ദ്, തിരുവല്ല. തേർഡ് റാങ്ക് അശ്വിൻ എസ് നായർ, തിരുവനന്തപുരം. നാലാമത്തെ റാങ്ക് ശ്രീജിത്ത് എസ്, തിരുവല്ല. അഞ്ചാമത്തെ റാങ്ക് അതുൽ ഗംഗാധരൻ, കണ്ണൂർ. ആറാമത്തെ റാങ്ക് മുഹമ്മദ് അബ്ദുൽ മജീദ്, കാലിക്കറ്റ്. ഏഴാമത്തെ റാങ്ക് ജോർഡി ജോസ്, എറണാകുളം. എട്ടാമത്തെ റാങ്ക് രാം കേശവ്, മലപ്പുറം. ഒമ്പതാമത്തെ റാങ്ക് റിതേഷ് കുമാർ, കൊച്ചി. ഹലോ, കൺഗ്രാജുലേഷൻസ് അക്ഷയ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. യെസ്, ഏതാ പറഞ്ഞപ്പോൾ? 8. ഒമ്പതാമത്തെ റാങ്ക് റിതേഷ് കുമാർ, കൊച്ചി. പത്താമത്തെ റാങ്ക് റോഷിൻ റാഫേൽ, കോഴിക്കോട്. സെയിം. SC കാറ്റഗറി ടോപ്പ് ഷിബൂസ്, അങ്ങനെ തന്നെയല്ലേ? ഷിബൂസ് പി, മലപ്പുറം. സെക്കൻഡ് റാങ്ക് ഋഷികേശ് VM, തൃശ്ശൂർ. ദെൻ ST കാറ്റഗറി അല്ലേ? ST ട്രൈബ്. SC ST കാറ്റഗറി ആദർശ് S, കോട്ടയം.
നിമിത എസ്, എറണാകുളം. സർ ഫസ്റ്റ് റാങ്ക് റാം ഗണേഷ്. ഹലോ, ഞാൻ ഓണറബിൾ മിനിസ്റ്റർ കൊടുക്കാം, വിദ്യാഭ്യാസ മന്ത്രി കേട്ടോ. രാം ഗണേഷ്, മിനിസ്റ്ററാണ്. ഗുഡ് മോർണിംഗ്. കൺഗ്രാജുലേഷൻസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Become a good engineer. Okay, thank you. ഫസ്റ്റ് സെക്കൻഡ് കിട്ടി, കഴിഞ്ഞൊന്നും കിട്ടിയില്ല. ആർക്കിടെക്ചർ ഇതല്ലേ? ആർക്കിടെക്ചർ top 5 rank holders. First rank Namita Niji. First rank Namita Niji, Kozhikode. In second rank Nishant Krishna, Calicut. Third rank Mohsin Muhammad Ali, MP, Malappuram. Fourth rank Anshad Subair, Idukki. Then fifth rank Helen Reba Jain, Kottayam. ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. ജില്ലയുടെ ഒന്നും പറയണ്ടല്ലോ. ആദ്യത്തെ 10 റാങ്കുകാരിൽ എഞ്ചിനീയറിംഗിന്റെ 6 പേര് CBSE കോഴ്സാണ് പഠിച്ചത്. 4 പേര് ഹയർ സെക്കൻഡറി കോഴ്സ്. ടോപ്പ് റാങ്കിലുള്ള 1, 2, 3 റാങ്കുകാർ CBSE കോഴ്സാണ് പഠിച്ചത്. SCയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഹയർ സെക്കൻഡറിയാണ് പഠിച്ചത്. സെക്കൻഡ് റാങ്ക് CBSE. STയിലെ ഫസ്റ്റും സെക്കൻഡും റാങ്കുകാർ CBSE കോഴ്സാണ് പഠിച്ചത്. അതിൻ്റെ സാരീസ് എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ തന്നിരുന്നു. ഉണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ 46,445 സീറ്റാണുള്ളത്. അതിൽ 46,445. അതിൽ 50% സീറ്റാണ് ഗവൺമെൻറ്റിന് അലോട്ട്മെൻറ്റിനായി ലഭിക്കുന്നത്. 23,222. 119 കോളേജാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി അത് ഫൈനലൈസ് ചെയ്യണം. ഒരു പുതിയ കോളേജ് സാങ്ഷൻ ആയിട്ടുണ്ട് IHRDയുടെ. ഗവൺമെൻറ്റിൽ 5,232 സീറ്റുകളുണ്ട്. ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 7,119 സീറ്റുകളുണ്ട്. ആർക്കിടെക്ചറിന് ഗവൺമെൻറ് മേഖലയിൽ 200 സീറ്റ് അവൈലബിളാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ 1,040 സീറ്റ്. കഴിഞ്ഞ വർഷം സർക്കാരിൻ്റെ മെറിറ്റ് സീറ്റിൽ ഏതാണ്ട് 11,000ഓളം സീറ്റ് വേക്കൻ്റ് ആയിരുന്നു.
ഓപ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഡേറ്റ് നാളെ ഫിക്സ് ചെയ്യൂ. സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. എക്സിക്യൂട്ട് ചെയ്താൽ ഉടൻ തന്നെ തീരുമാനിക്കുന്നല്ല ഡേറ്റെല്ലാം. പിന്നെ നമുക്ക് താമസമൊന്നുമില്ല. എവറിത്തിങ് ഇസ് റെഡി. നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിക്കണം. അത്ര ചിലപ്പോൾ ചർച്ച അല്ലേ എഗ്രിമെൻറ്റിന് മുമ്പ്. എഗ്രിമെൻ്റ് ആയിട്ടില്ല. നാളെ ഇതുവരെ ഒന്നുമില്ല. അതിൽ ഒരു പ്രത്യേക അസോസിയേഷൻ നടത്തിയ സ്പോർട്സ് ഐറ്റം കൂടി ചേർക്കണമെന്നൊരു ഓർഡറുണ്ട്. അതിനെക്കുറിച്ചൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ ആയിട്ടില്ല. എങ്കിലും സ്പോർട്സ് കോട്ട ഫൈനലൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇനിയും കോടതിയിലാണ് എണ്ണം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം അറിയാമല്ലോ. പുതിയ എഞ്ചിനീയറിംഗ് പരീക്ഷാ ഫല പ്രഖ്യാപനമായിരുന്നു ഇപ്പോൾ കണ്ടത്. റാം ഗണേഷ് വി 1ാം റാങ്ക് നേടിയിരിക്കുകയാണ്. റാം ഗണേഷ് വി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റാം, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ആദ്യ റാങ്ക്? മാർക്ക് വന്നപ്പോൾ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ റാങ്ക് വന്നപ്പോൾ